നമസ്കാരം. ചെറിയൊരു ചാറ്റൽ മഴ. ദില്ലി വിമാനത്താവളത്തിനു ചുറ്റും വൻ ജനാവലി. പുലർച്ചെ മുതൽ കാത്തുനിന്ന ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് അങ്ങനെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ജന്മനാടണഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ T20 ലോക കിരീടവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച ഇന്ത്യൻ താരങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. അതിൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ ഒരു ഫോട്ടോയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഇന്ത്യൻ താരങ്ങൾ ലോകകപ്പുമായി നിൽക്കുന്ന ചിത്രവും 1983 ഇന്ത്യ ലോകകപ്പ് നേടിയപ്പോൾ ട്രോഫി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പിടിച്ചു നിൽക്കുന്ന ചിത്രത്തോട് താരതമ്യം ചെയ്യുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. എന്തോ ഇന്ദിരാഗാന്ധി കഷ്ടപ്പെട്ട് കളിച്ച് ജയിച്ചതാണെന്ന് തോന്നും കപ്പും പിടിച്ചു നിൽക്കുന്നത് കണ്ടാൽ. അത്തരത്തിലാണ് കളിക്കാരായ കപിൽ ദേവിനെ അടക്കം പുറകിൽ നിർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഏതോ യുദ്ധം ജയിച്ച മഹാറാണിയെ പോലെ ട്രോഫിയും പിടിച്ചങ്ങനെ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രം നോക്കാം. ഇന്ത്യൻ താരങ്ങളെല്ലാം അണിനിരന്ന് നിൽക്കുന്ന ഫോട്ടോയിൽ ലോകകപ്പ് ട്രോഫി പിടിച്ചിരിക്കുന്നത് പരിശീലകൻ രാഹുൽ ദ്രാവിഡും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുമാണ്. അവരുടെ കൈകളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിടിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു യഥാർത്ഥ നേതാവും ഏകാധിപതിയും തമ്മിലുള്ള വ്യത്യാസമെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ വീഡിയോയും ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. പരിശീലകൻ രാഹുൽ ദ്രാവിഡ്, നായകൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നിവർ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം. ചാമ്പ്യൻസ് എന്നെഴുതിയ ജേഴ്സി ധരിച്ചാണ് ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് T20 ലോകകപ്പ് ജേതാക്കൾ ലോക് കല്യാൺ മാർഗിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയതും. കൂടിക്കാഴ്ചയിൽ T20 ലോകകപ്പ് ജേതാക്കളായ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. T20 ലോകകപ്പിലെ വിജയം മുന്നോട്ടുള്ള ടൂർണമെന്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.